ഹായ് ഫ്രണ്ട്സ്, ഇതാണ് പറ്റിയ സമയം. എന്തിനെന്നല്ലേ, വയനാട്ടിലേക്ക് ഒരു അടിപൊളി ട്രിപ്പ് നടത്താൻ. വയനാട്ടിലേക്ക് പലവട്ടം യാത്രകൾ നടത്തിയവരുണ്ടാവും, ഇതുവരെ പോകാത്തവരുണ്ടാവും. എന്താണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര എങ്ങനെ നടത്താമെന്നല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ രാത്രിയെ തന്നെ തിരിക്കണം. ഒരു 5-5:30 വെളുപ്പിന് കേട്ടോ ഒക്കെ ആകുമ്പോഴത്തേക്കും ചുരം കയറി മുകളിലെത്തി വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക് എടുത്ത് മഞ്ഞിൻ്റെ പുതപ്പ് വാരി ചുറ്റി കിടക്കുന്ന മലഞ്ചെരുവുകളൊക്കെ ഒന്ന് കണ്ട് ഉടൻ തന്നെ വീണ്ടും യാത്ര തുടരുക. വൈത്തിരിയും കൽപ്പറ്റയിലും ഒന്നും വണ്ടി ചവിട്ടണ്ട, നേരെ വിട്ടുകൊള്ളുക. മീനങ്ങാടിയിലും നിർത്തണ്ട. മീനങ്ങാടിയിൽ നിന്നും നേരെ NH-ലൂടെ ഒരു 8-9 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബീനാച്ചി എത്തും. ബീനാച്ചി എത്തിയാൽ പിന്നെ നമ്മൾ ഫുൾ ഓണാവുക, ക്യാമറയൊക്കെ റെഡിയാക്കുക. ഓണാക്കി ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ ഒരു 6-6:30 സമയമൊക്കെ ആണെങ്കിൽ പതുക്കെ വെളിച്ചം വന്ന് തുടങ്ങുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊന്നും അധികമൊന്നും കാണാൻ പറ്റില്ല, കാരണം നല്ല കട്ട മഞ്ഞായിരിക്കും. വയനാട്ടിലിപ്പോൾ മഞ്ഞ് വീഴുന്ന സമയമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു നഗരം സുൽത്താൻ ബത്തേരി എന്നുള്ള കൊച്ചു പട്ടണത്തിൻ്റെ ഒരു പ്രവേശന കവാടം എന്ന് നമുക്ക് ഇന്ന് ബീനാച്ചിയെ പറയാം. കാരണം ഇന്ന് ബത്തേരി ടൗൺ വളർന്ന് ബീനാച്ചി വരെ എത്തിയിട്ടുണ്ട്. ബീനാച്ചിയിൽ നിന്ന് നമ്മൾ നേരെ ബത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബത്തേരിയുടെ ആ ഒരു ഭംഗിയെ പറ്റിയൊക്കെ നമ്മൾ പല വീഡിയോകളും കണ്ടു കാണും. എന്താണെങ്കിലും ബത്തേരി ടൗണിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള, ഏറെ പ്രസിദ്ധമായിട്ടുള്ള മാരിയമ്മൻ ക്ഷേത്രമാണ്. സർവ്വമത വിശ്വാസികൾക്കും പ്രവേശനമുള്ള, ചന്ദനത്തിന് പകരം അരച്ച മഞ്ഞൾ പ്രസാദമായി ലഭിക്കുന്ന, ഉപക്ഷേത്രങ്ങളില്ലാത്ത മാരിയമ്മൻ ക്ഷേത്രം. വയനാട്ടിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ്. ഏറ്റവും പ്രസിദ്ധമായൊരു താലപ്പൊലി ഘോഷയാത്ര നടക്കുന്ന ഒരു ക്ഷേത്രവും മാരിയമ്മൻ കോവിലാണ്. അപ്പോൾ എന്താണെങ്കിലും രാവിലെ കുളിയൊന്നും കഴിയാത്തത് കൊണ്ട് അമ്പലത്തിലേക്കൊന്നും ആരും കയറണ്ട. ബത്തേരിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് മാരിയമ്മൻ ക്ഷേത്രമാണ്. അല്പം കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ മാറുമ്പോൾ തന്നെ വലതുവശത്തുണ്ട് നമ്മുടെ ടിപ്പു സുൽത്താൻ തൻ്റെ ആയുധപ്പുരയാക്കി മാറ്റിയ ജൈനക്ഷേത്രം. നമ്മൾ ജൈനക്ഷേത്രത്തിലും ഇപ്പോൾ പോകുന്നില്ല, മാരിയമ്മയിലും ജൈനക്ഷേത്രത്തിലും നമുക്ക് പിന്നീട് ബത്തേരിയുടെ അല്പം മറ്റ് കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ ജൈൻ ടെമ്പിളും കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് ഒരു 100 മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ ബത്തേരിയിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊന്നായിട്ടുള്ള അസംഷൻ ജംഗ്ഷൻ എത്തി. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങാം. അപ്പോൾ അസംഷൻ ജംഗ്ഷൻ ആ ഒരു പേര് വന്നത് അവിടെ അസംഷൻ ഫെറോന ചർച്ച് ഉണ്ട്, മറ്റ് അസംഷൻ ഹോസ്പിറ്റലും സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ജംഗ്ഷൻ അസംഷൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയാണ്, ഇവിടെ ഇറങ്ങിയാണ്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ബത്തേരിയുടെ കാഴ്ചകൾ നമ്മൾ നമ്മുടെ ചങ്ക് ബ്രോ ഷൈജിൻ്റെ കൂടെയാണ്. ട്രിപ്പ് ആൻഡ് സ്റ്റോറീസ് എന്നുള്ള തൻ്റെ പുതിയ ചാനലിലൂടെ ഷൈജിൻ ബ്രോ വയനാട്ടിലെ ഇതുവരെ ആരും നമ്മളെ കാണിച്ചു തരാത്തതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളും കഥകളും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രോയുടെ വയനാട് സീരീസിലെ 5ാമത്തെ എപ്പിസോഡാണ്. മുൻ എപ്പിസോഡുകൾ കാണാത്തവർ എന്താണെങ്കിലും കാണുക. എന്താണെങ്കിലും ബ്രോയ്ക്ക് കട്ട സപ്പോർട്ട് നൽകി നമുക്ക് കൂടെ നിൽക്കാം. കാരണം ഉറപ്പാണ് അടിപൊളി വീഡിയോസ് നമുക്ക് ഷൈജിൻ ബ്രോയിൽ നിന്ന് ലഭിക്കും, ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ബ്രോയുടെ കൂടെ നമുക്ക് ഒന്നിച്ച് കാഴ്ചകൾ കാണാം, കഥകൾ തേടാം. എന്താ, നേരെ സബ്സ്ക്രൈബ് ബട്ടണും അമർത്തി ബെൽ ബട്ടണും പ്രസ് ചെയ്ത് നമുക്ക് കട്ടയ്ക്ക് ബ്രോയുടെ കൂടെ നിൽക്കാം. ബത്തേരിയുടെ കാഴ്ചകൾ ഷൈജിൻ ബ്രോയുടെ കൂടെ, ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിൻ്റെ കൂടെ. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന സുൽത്താൻ ബത്തേരി, ആ പേര് വരാൻ കാരണം നമ്മുടെ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പടയോട്ട കാലത്ത് വയനാട്ടിൽ വരികയും വയനാട്ടിലെ ഗണപതി വട്ടത്തിൽ തൊട്ടടുത്തുള്ള ജെയിൻ ടെമ്പിളിലെത്തുകയും അവിടെ അദ്ദേഹത്തിൻ്റെ പടക്കോപ്പുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം അദ്ദേഹം അത് ആക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ പടക്കോപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ പിന്നീട് അതിൻ്റെ പേര് സുൽത്താൻസ് ബാറ്ററി എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തു. സുൽത്താൻസ് ബാറ്ററിയാണ് ഇന്ന് സുൽത്താൻ ബത്തേരിയായി മാറിയിരിക്കുന്നത്. ബത്തേരിയുടെ നഗരം എന്ന പേരിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു നഗരമായി മാറിയിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി എന്നറിയപ്പെടുന്നത്. ആ ചെടികൾ പരിപാലിക്കുന്ന ആ ഒരു രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രതിമയുടെ ഉള്ള് നമുക്ക് കാണാം. അതായത് അദ്ദേഹത്തിൻ്റെ ഹൃദയം നമുക്ക് കാണാം.
തൊട്ടുപുറകിൽ ഒരു കോടാലിയുമായി ആ മരക്കുറ്റിയുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയോ. ഹൃദയത്തിൻ്റെ സ്ഥലം ശൂന്യമാണ് അല്ലേ? വലിയൊരു മെസ്സേജ്. അതാണ് ബത്തേരി നമുക്ക് നൽകുന്ന മെസ്സേജും അത് തന്നെയാണ്. ബത്തേരി ഹൃദയമുള്ളവരുടെ നഗരമാണ്. ഹൃദയമുള്ളവർക്ക് ചുറ്റും എപ്പോഴും സൗന്ദര്യവും ഉണ്ടാവും. അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് സൗന്ദര്യമുണ്ടാവും. അതാണ് ബത്തേരിയുടെ സൗന്ദര്യം. ബത്തേരിയെ സുന്ദരമാക്കുന്നതും ഈ ഹൃദയമുള്ള മനുഷ്യരാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വൃത്തിയുടെ സുൽത്താൻ എന്ന സുൽത്താൻ ബത്തേരിനെ സൂചിപ്പിച്ചത് വെറുതെ അല്ല, നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നോക്കിയ സറൗണ്ടിങ്സിൽ എൻ്റെ ചുറ്റും കാണുന്ന കൈവരികൾ വെച്ചിട്ടുണ്ട്. ആ കൈവരിയിൽ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നു. ആ ചെടിച്ചട്ടിയിൽ പൂക്കൾ, നാനാവർണ്ണത്തിലുള്ള ചെടികൾ നട്ടുവളർത്തി പലതരത്തിലുള്ള പൂക്കൾ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ ഇതാരും നശിപ്പിക്കുന്നില്ല. നശിപ്പിക്കാൻ വേണ്ടി കാരണം ഇവിടെയുള്ള ബത്തേരിയിലുള്ള ജനങ്ങൾ തന്നെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഗൈസ്, നമുക്കറിയാലോ, എവിടെയെങ്കിലും മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ മൂത്രം ഒഴിക്കുന്ന ശീലം മലയാളികളുടെ ഒരു ദുശീലമാണ്. പക്ഷേ ഇവിടെ വൃത്തിയുടെ കാര്യത്തിൽ ഒരാൾക്കും ഒന്നും വേറെ പറയാനില്ല. കാരണം ഇവിടെ ചപ്പ് ചവറുടെ ഇടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടില്ല. വൃത്തിയുടെ സുൽത്താൻ നേരത്തെ പരിപാടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ തുപ്പരുത്, വൃത്തിഹീനമാക്കരുത്. ഇതിനെതിരെ നഗരത്തിൽ എവിടെയെങ്കിലും, പട്ടണത്തിൽ, ടൗണിൽ എവിടെയെങ്കിലുമൊക്കെ തുപ്പുകയാണെങ്കിൽ 500 രൂപ ഫൈനിട്ട കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ നഗരമാണ് സുൽത്താൻ ബത്തേരി. തുപ്പാൻ പാടില്ല, ഒരു വേസ്റ്റ് സാധനങ്ങളും ഇടാൻ പാടില്ലാത്ത രീതിയിൽ ഈ നഗരത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തുകൊണ്ടാണ് വൃത്തിയുടെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് ബത്തേരിയുടെ ഭംഗിയൊന്ന് നടന്ന് കാണാം, നടന്ന് ആസ്വദിക്കാം. നമുക്ക് നോക്കാം. എല്ലാ ചെടികളിലും പൂക്കൾ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ ചെടികളും ഇരുവശങ്ങളിലുമായിട്ട് പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. രാവിലത്തെ ആ മഞ്ഞ് ഒരല്പം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ ആ മഞ്ഞിൽ നടക്കാൻ നല്ല സുഖമായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മഞ്ഞിലൊരു മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് നേരം, ഏകദേശം 8 മണിയോടുകൂടിയായി. സാധാരണ നമ്മൾ ഈ ടൗണിലൊക്കെ ഇങ്ങനെ കുറേ നേരം നടന്നു കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടും. ആ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കടയിൽ പോയി വെള്ളം മേടിക്കുക, കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ പൊതു ടാപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ബത്തേരി നഗരസഭയിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും, ശുദ്ധജലം, നല്ല ശുദ്ധമായ ജലം, കുടിവെള്ളം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു കുടിവെള്ള ടാപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ജില്ലകളിൽ, മറ്റു ടൗണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ ഒരു ടാപ്പ് വെച്ചിട്ട് അതിലൊരു പൈപ്പും ഒരു കപ്പും വെച്ചിട്ടുണ്ടാവും. പക്ഷേ സുൽത്താൻ ബത്തേരിയിൽ നോക്കുക, എത്ര ഭംഗിയായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് ഒരു മരം, ആ മരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന രീതിയിൽ ചുറ്റും ഒരു പച്ചപ്പ് ചെടികൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ജില്ലയിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഭംഗിയുള്ള ഒരു കുടിവെള്ള ടാപ്പ് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ബത്തേരിയിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് അവലംബിക്കാവുന്നതാണ്. പക്ഷേ ഇതുവരെ എവിടെയാ കണ്ടിട്ടില്ല. വയനാട്ടിലെ ബത്തേരിയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ സാബു ഏട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. രാവിലെ തൊഴിലാളികൾ അടിച്ചു വാരി കഴിഞ്ഞാൽ ടൗൺ എപ്പോഴും നമ്മുടെ വീടിൻ്റെ മിറ്റം പോലെ കിടക്കുകയാണ്. മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സംസ്കാരം ബത്തേരി ജനത, നമുക്കറിയാം, നമ്മുടെ സാധാരണക്കാരാണ്. ഈ ഒരു ഹൈടെക് സിറ്റിയൊന്നും അല്ല. എന്നിട്ട് പോലും സാധാരണക്കാരായ ആളുകൾക്ക് ഈ ബത്തേരി നഗരത്തെ ശുചിത്വത്തോടെ കൊണ്ടു നടക്കണമെന്ന് ബോധം വന്നു എന്നത് വലിയ അത്ഭുതമാണ്. അത് ജനങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥം. ഞങ്ങളൊന്നും തുടക്കം കുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബത്തേരിയിലെ ജനങ്ങളാണ്
ഇത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ പൂക്കൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. പൂന്തോട്ട നഗരമായി മാറിയപ്പോൾ അസംഷൻ ജംഗ്ഷൻ മുതൽ ചുങ്കം വരെ റോഡിന് ഇരുവശവും വിവിധ വർണ്ണങ്ങളാലുള്ള പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അത് പരിപാലിക്കുന്നത് നഗരസഭയാണ്, പക്ഷേ ജനങ്ങളും അതിനെ സഹായിക്കാറുണ്ട്. ഇത് കേടുവരുത്താനോ നാശം വരുത്താനോ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ജനങ്ങൾ ചട്ടിയൊക്കെ വെച്ചത് നമ്മുടെ നഗരസഭയാണോ? അത് ആദ്യം ജനങ്ങളുടെ സഹകരണത്തോട് കുറേ വ്യാപാരികളൊക്കെ വെച്ചിരുന്നു. പിന്നീട് അത് സംരക്ഷിക്കാത്തതിൻ്റെ ഭാഗമായി കേട് വന്നപ്പോൾ നഗരസഭ തന്നെ പണം വകയിരുത്തി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. നഗരസഭ രാവിലെ നനയ്ക്കും, വളം പ്രയോഗിക്കും, അതിൻ്റെ മെയിൻ്റെനൻസ് കൂടെ നഗരസഭയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏകദേശം എത്ര ചട്ടികളുണ്ടാവും? ഏകദേശം 850ഓളം ചട്ടികൾ ഈ ഭാഗത്തായിട്ടുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാരണം സുൽത്താൻ ബത്തേരിയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അങ്ങനെ ഗണപതി വട്ടം എന്ന പേരിലായിരുന്നു സുൽത്താൻ ബത്തേരി അറിയപ്പെട്ടിരുന്നത്. മഹാഗണപതി ക്ഷേത്രത്തിന് നേരെ എതിർവശത്ത് ബത്തേരിയിലെ എല്ലാവിധ സമര പോരാട്ടങ്ങൾക്കൊക്കെ വേദിയായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മറ്റു പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ആശയ വിളംബര വേദിയായിട്ടുള്ള സ്വതന്ത്ര മൈതാനി നമുക്ക് കാണാം. ദീർഘദൂര യാത്രകളൊക്കെ നടത്തുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ആ ഒരു ശങ്ക തീർക്കലാണല്ലേ. പുരുഷന്മാരൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ വഴി സൈഡിലൊക്കെ കാര്യം സാധിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. ഫാമിലിയോടൊപ്പം ആണെങ്കിൽ പറയാനുമില്ല. പ്രത്യേകിച്ച് ഒരു ടൗണിലൊക്കെ എത്തിപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും വേറെ മാർഗമൊന്നും ഇല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് കയറി അവിടുത്തെ ബാത്റൂം ചായ കുടിച്ചിട്ട് അവിടുത്തെ ബാത്റൂം ഒക്കെ ഉപയോഗിക്കലാണ് പലപ്പോഴും അത്. ബത്തേരിയിലെത്തിയാൽ നിങ്ങൾക്ക് ശങ്ക തീർക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറേണ്ട ആവശ്യം വരില്ല. നിസ്സംശയം പറയാം, നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു പൊതു ശൗചാലയം ക്ലോക്ക് റൂമായിരിക്കും സുൽത്താൻ ബത്തേരി നഗരസഭയിൽ ബസ് സ്റ്റാൻഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തന്നെ നമ്പർ 1 ടോയ്ലറ്റ് ആയിട്ടാണ് ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ അഭിപ്രായങ്ങൾ ബുക്കിൽ എഴുതാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എല്ലാ സ്ഥലത്തും പോയിട്ടും ഇത്രയും നല്ലൊരു ടോയ്ലറ്റ് ആരും കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് അഭിനന്ദനങ്ങളാണ് ജനങ്ങൾ വരുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കുടുംബശ്രീയാണ് നടത്തുന്നത്. അങ്ങനെയുള്ളതിൻ്റെ ഒരു പ്രശ്നമില്ല. അഭിമാനത്തോടെയാണ് ഞങ്ങൾ 6 പേരും പ്രവർത്തിച്ചു പോകുന്നത്. അത് തന്നെ ഞങ്ങളെ ഏറ്റവും വലിയൊരു ബത്തേരിയിലെ ശൗചാലയം ഉപയോഗിക്കാൻ വേണ്ടി തന്നെ വേണമെങ്കിൽ ബത്തേരിയിലേക്ക് ഒരു യാത്ര ചെയ്യാവുന്നതാണ്. അതാണ് ബത്തേരി, മാറുന്ന ബത്തേരി. സുൽത്താൻ ബത്തേരിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ചുങ്കം. ചുങ്കത്തിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി ഭാഗത്തേക്ക് പോകാം. ഇടത്തേക്ക് NH മൈസൂർ ഭാഗത്തേക്ക് മുൻപോട്ട് പോകുന്നു. ചുങ്കത്ത് വളരെ പഴയ ഇടിഞ്ഞു വീഴാറായ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ചുവരുകൾ പോലും കലാഹൃദയമുള്ളവർ എന്ന് കൈതൊട്ടപ്പോൾ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു. അതിമനോഹരമാണ് ബത്തേരി മുഴുവനും.
ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ് ബത്തേരി. ബത്തേരി ഒരു സുന്ദര നഗരമാക്കുന്നതിൽ, ബത്തേരിയിൽ ഒരു ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ നഗരസഭ ഭരണാധികാരികൾ മുൻപോട്ട് വെച്ച ആശയങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. വിവിധ തൊഴിലുകൾക്കായി നഗരത്തെ ആശ്രയിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശങ്ങളെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയപ്പോൾ ബത്തേരി രാജ്യത്തിന് ഒരു മാതൃകയായി. ബത്തേരിയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ മറ്റു നഗരങ്ങളിലെ പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി തോരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട് എങ്കിൽ അതിന് 1-2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ഏതാനും പോസ്റ്ററുകൾ മാത്രം നഗരത്തിൽ പതിക്കുകയും പരിപാടി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ആ പോസ്റ്ററുകൾ സ്ഥാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങൾ അവരത് തിരികെ എടുത്തു മാറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസങ്ങളൊന്നുമില്ല. ബത്തേരിയെ സുന്ദരമാക്കി സൂക്ഷിക്കുന്നതിൽ മറ്റ് നഗരങ്ങളിൽ കാണുന്ന പോലെയുള്ള അധികാര വടംവലിയുടെ അല്ലെങ്കിൽ ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നങ്ങളൊന്നും ബത്തേരിയില്ല. എല്ലാവരും, ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും ഒറ്റക്കെട്ടാണ്. ബത്തേരിയിലൂടെ ഒരു ജാഥ കടന്നുപോയാൽ, ഒരു പ്രകടനം കടന്നുപോയാൽ, ഒരു ഉത്സവത്തിൻ്റെ താലപ്പൊലി കടന്നുപോയാൽ നമുക്കറിയാം സാധാരണ നഗരങ്ങളിലെ അവസ്ഥ എന്തായിരിക്കും. ബത്തേരിയിൽ ഇതിൻ്റെ ആ പ്രകടനങ്ങളുടെ ജാഥയുടെ ഒക്കെ പിറകിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. ആ കടന്നുപോയ വീഥികൾ പഴയതുപോലെ സുന്ദരമാക്കി അവിടെ എവിടെയെങ്കിലും ഒരു ചപ്പ് ചവറ് കടലാസുകൾ ഈ പ്രകടനത്തിൻ്റെ ഭാഗമായി വീണു പോയിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുവാൻ ആ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളും അതോടൊപ്പം പിന്നിൽ ഉണ്ടാകും എന്നുള്ളതാണ് ബത്തേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഒരു ശുചിത്വ സംസ്കാരത്തെ ഏറ്റെടുത്തപ്പോൾ സുൽത്താൻ ബത്തേരി വൃത്തിയുടെ സുൽത്താനായി, രാജ്യത്തിൻ്റെ സുൽത്താനായി മാറിയിരിക്കുകയാണ്. മുൻപ് വയനാട് സന്ദർശിക്കുവാൻ നമുക്ക് പല കാരണങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്കൽ ഗുഹയും കുറുവാ ദ്വീപും ബാണാസുര സാഗറും പൂക്കോട് തടാകവും അങ്ങനെ ഒത്തിരി കാരണങ്ങൾ. ഇന്ന് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി എന്നുള്ളൊരു നഗരം. സുൽത്താൻ ബത്തേരി എന്നുള്ള ഈ ഒരു കൊച്ചു പട്ടണം കാണാൻ വേണ്ടി ഒരു യാത്ര നടത്തുന്നത് ഒരിക്കലും നഷ്ടമാവുകയില്ല. കാരണം സുൽത്താൻ ബത്തേരി ഒരു മാതൃകയാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു മാതൃക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഞാനീ നിൽക്കുന്നത് ജൈന ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്, സുൽത്താൻ ബത്തേരി ജൈൻ ടെമ്പിളിൻ്റെ മുമ്പിലാണ്. ഏകദേശം 1300 കാലഘട്ടത്തിലാണ്, 13-ാം നൂറ്റാണ്ടിലാണെന്ന് വിചാരിക്കുന്നു ഈ ടെമ്പിൾ നിർമ്മിച്ചത്. പൂർണ്ണമായും കരിങ്കല്ലുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ്. കണ്ടാൽ ആശ്ചര്യം തോന്നുന്ന ഒരു രീതിയിലാണ് നിർമ്മാണം നടത്തിയത്. ഇത്രയും വലിയ കരിങ്കൽ പാളികൾ എങ്ങനെ ഇതിന് മേലെ എത്തിച്ചു എന്നുള്ളതും ഇതെങ്ങനെ ഇവിടേക്ക് എത്തി എന്നുള്ളതൊന്നും ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അത്ര മണ്ഡപവും ഇതിൻ്റെ പ്രധാന കവാടവും ഒക്കെ ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്. ഒരു പക്ഷേ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ, ടിപ്പു സുൽത്താൻ ആ പടക്കോപ്പുകൾ അദ്ദേഹത്തിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ അദ്ദേഹം വന്ന് ഇത് നശിപ്പിച്ചതാവാൻ സാധ്യതയുണ്ട്. അതോ അതിന് മുമ്പ് ആരെങ്കിലും വന്ന് നശിപ്പിച്ചതാണോ എന്നറിയില്ല. എന്തായാലും അത് നശിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ടിപ്പു സുൽത്താൻ വന്ന് അദ്ദേഹത്തിൻ്റെ പടക്കോപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഈ ബസ്തിയാണ് ഉപയോഗിച്ചത്. ബസ്തി എന്ന് പറഞ്ഞത് ജൈനന്മാരുടെ ക്ഷേത്രത്തിന് വിളിക്കുന്ന പേരാണ് ബസ്തി. ജൈന ബസ്തിയാണിത്. ഈ ജൈന ബസ്തിയിലാണ് ടിപ്പു സുൽത്താൻ വന്ന് ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചത്. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ച സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഇപ്പം ഈ സുൽത്താൻ ബത്തേരിനെ ഗണപതി വട്ടം എന്ന സ്ഥലത്തിന് ഇപ്പോൾ സുൽത്താൻ ബത്തേരി എന്ന പേര് കിട്ടാൻ തന്നെ കാരണം ഇതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നാഗത്തിൻ്റെ പ്രതിമ, ഒരു കൊത്തുപണി വെച്ചിരിക്കുന്നുണ്ട്. ഒരു നാഗത്തിൻ്റെ പത്തി, ഒരു സർപ്പത്തിൻ്റെ പത്തിയും അതിൻ്റെ വാലും ഉണ്ട്. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ പാമ്പിന് തലയും വാലും അവസാനിക്കില്ല. ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നില്ല, നമ്മൾ കൈകൊണ്ട് പോയി കഴിഞ്ഞാൽ തലയിൽ നിന്ന് തുടങ്ങിയാൽ വാലിൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ കൊത്തുപണി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വാല് വന്നിരിക്കുന്ന രീതി ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വന്ന് ഇതിലേ കയറി ഇതിലേ വന്ന്
ഒരിക്കലും ആ തലയിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത്. എങ്ങനെ കറങ്ങി വന്നാലും ഇതിനെ നമ്മളിട്ട് കറക്കാന്നല്ലാതെ വന്ന വഴിയിലൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്നല്ലാതെ ഒരിക്കലും അവർ തലയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. തലയും വാലും നമ്മൾ കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ അലൈൻമെൻ്റ് ഉള്ളത്. കണ്ടുവാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ജൈന ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ യാത്രയിലൂടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. വയോജനങ്ങൾക്കായിട്ട് ഒരു ചെറിയൊരു പാർക്ക് കൂടിയുണ്ട്. സായന്തനങ്ങൾ സന്തോഷകരമായി ചിലവഴിക്കുവാൻ വളരെ വൃത്തിയിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വയോജന പാർക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അതിരാവിലെ ചുരം കയറി ബത്തേരിയിലെത്തി. ഷൈജിൻ ബ്രോയുടെ കൂടെ ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിലൂടെ നമ്മൾ ബത്തേരിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് കഥകൾ അറിഞ്ഞു. എങ്ങനെയുണ്ട് ബ്രോ? പൊളിയല്ലേ? ഒന്നും മടിക്കണ്ട, നേരെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കോളൂ. തീർച്ചയായും നല്ല കഥകളും കാഴ്ചകളും ബ്രോ നമുക്ക് സമ്മാനിക്കും, ഉറപ്പാണ്. ഇനി പുൽപ്പള്ളി ഭാഗത്തേക്കാണ് പോകുന്നതെന്നാണ് ബ്രോ പറഞ്ഞത്. നമുക്ക് ബ്രോയുടെ വിടാതെ പിടികൂടാം, ബ്രോയുടെ ഒപ്പം യാത്ര ചെയ്യാം. പുൽപ്പള്ളി ഭാഗം നമുക്കറിയാം, കറുത്ത പൊന്നിൻ്റെ നാടാണ്, കബനിയുടെ നാടാണ്, കർഷകരുടെ നാടാണ്. അടിപൊളി കാഴ്ചകൾ നമുക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. വെയിറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കാം.